എല്ലാരും വിചാരിക്കും ഒരു വീഡിയോ എടുക്കാൻ ഐഫോൺ വേണം, GoPro വേണം. അതൊന്നും വേണ്ട. നമ്മുടെ കയ്യിൽ അത്യാവശ്യം ഫോണായാലും ഉള്ള ക്ലാരിറ്റിയിൽ എടുത്ത് തുടങ്ങുക. ഒന്ന് പ്ലാൻ ചെയ്ത് തരുന്ന നടക്കത്ത്, പ്ലാൻ ചെയ്ത് ഇരിക്കത്തേ ഉള്ളൂ. നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. നമുക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടായതാണ് കുറച്ച് വീഡിയോ ഡിലേ ആവുന്നത്. ഇന്നൊരു ഡെയിലി വ്ളോഗ് പോലെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഭയങ്കരമായ വെയിൽ. ഇന്ന് നമ്മൾ ആനയടി കുളത്തിലെ ഒരു വീഡിയോ അല്ല, ആക്ച്വലി ഞങ്ങളിന്ന് കുളത്തിൽ കുളിക്കാൻ വന്നതാണ്. അപ്പോൾ എൻ്റെ GoPro എടുത്തേ, എൻ്റെ GoPro ഉണ്ടല്ലേ, നമ്മളെ ആദ്യത്തെ വീഡിയോ ആയിട്ട് കാണുന്ന എല്ലാവർക്കും അറിയാം. നമ്മുടെ ആദ്യത്തെ വീഡിയോ ഫുള്ള് നമ്മൾ GoProയിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പം ഇതിന് ചെറിയൊരു റെക്കോർഡൊക്കെ ആവാൻ ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. അപ്പം ഞാനെന്ന് വെച്ചാൽ ഇന്ന് കൊണ്ടുവന്നിട്ട് കുറച്ച് GoProയെ പറ്റിയും കുറച്ച് കാര്യങ്ങളും പറയാൻ വേണ്ടിയാണ് ഞാനിന്ന് വന്നത് തന്നെ. അഭിനോ, നമ്മളുടെ GoPro ഇപ്പോൾ വർക്കിംഗ് അല്ലാത്തത് എനിക്ക് അറിയാമല്ലോ. ഇതിനെപ്പറ്റി എന്താ എനിക്ക് പറയാനുള്ളത്? നമുക്ക് നോക്കാം, കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളെ GoPro ഇതാണ് നമ്മുടെ ആദ്യം തൊട്ടുള്ള അണ്ടർ വാട്ടർ വീഡിയോ. ഇല്ലടാ, എല്ലാ വീഡിയോ ഷൂട്ട് ചെയ്തോണ്ട് വർക്കാവും, പക്ഷെ അതിൻ്റെ ഒരു ബട്ടൺ വർക്കാവുന്നില്ല. അപ്പം നമ്മൾ ഒരുവിധമുള്ള വീഡിയോ എടുത്തത് ഇതിനകത്ത് ആദ്യം തൊട്ട് വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. കുറേ നാളുകൊണ്ട് ഡിലേ ആയതുകൊണ്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ഇന്ന് വന്നു. എനിക്കും അബിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും എക്സാം ഉണ്ട്. പിന്നെ നമ്മൾ ചെറിയ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇല്ലടാ, കാണാത്തവര് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത പറഞ്ഞ വരാൻ പോകുന്നു. പിന്നെന്ന് വെച്ചാൽ ഞങ്ങൾ കുളിക്കാൻ വന്ന ഒരു വീഡിയോ ഒന്നും കാണിക്കുന്നില്ല. എന്നിട്ട് നമ്മൾ GoProയ്ക്ക് അത് കുറച്ച് വീഡിയോ ഒന്ന് എടുക്കാൻ നോക്കുക. എന്ന് വെച്ചാൽ എൻ്റെ റെക്കോർഡ് ബട്ടൺ വർക്ക് ആവുന്നില്ല. അതാണ് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ. അപ്പോൾ ഇന്ന് കുളിക്കാൻ വന്നപ്പം ഞങ്ങൾ വീഡിയോ നമ്മളുടെ യൂട്യൂബ് തുടങ്ങാൻ വേണ്ടി ആദ്യം നമ്മൾ മേടിച്ച സംഭവമാണ്. ഈ സംഭവം മേടിക്കാൻ വേണ്ടി എന്തുമേ കഷ്ടപ്പെടുന്നു ചോദിച്ചാൽ ഈ സംഭവം ഞങ്ങളൊന്ന് മേടിച്ചപ്പോൾ തന്നെ ഒരു 20,000 രൂപയ്ക്ക് അടുത്തായി. ആ 20,000 ഒപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ കുറേ നാൾ കഷ്ടപ്പെട്ട് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന ഐഫോണിനകത്ത്, എൻ്റെ ഫോണിനകത്ത് ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പം ഈ GoPro ഇങ്ങനെ കേടായാലും നമുക്ക് ഒത്തിരി എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കുളത്തിൽ വന്നാലും നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴായാലും നമ്മൾ വ്ളോഗിനകത്ത് ഒരു 10-30 വീഡിയോ എങ്കിലും ഫുള്ള് ഈ GoProയ്ക്കകത്തായിരിക്കും ഷൂട്ട് ചെയ്തത്. ഇല്ലായിരുന്നു. ഇപ്പം ഇത് കേടായപ്പം ചെറിയൊരു വിഷമം പോലെ. കേടായില്ല, ഇതിൻ്റെ റെക്കോർഡാക്കുന്ന ബട്ടൺ ഇതായി പോകുന്നു. അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് റെക്കോർഡാവുന്നില്ല. അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. പിന്നെ പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല. ഞാൻ ഇതിനകത്ത് എടുക്കുന്ന കുറച്ച് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കുറച്ച് വീഡിയോ ഞാൻ അതിനകത്ത് ആഡ് ചെയ്യാം. വീഡിയോയുടെ അവസാനം ആഡ് ചെയ്യാം. കുളിക്കുന്ന വീഡിയോ ഒന്നും അല്ല, കുളത്തിനായിട്ടുള്ള കുറച്ച് വീഡിയോ ആഡ് ചെയ്യാം. പിന്നെന്ന് വെച്ചാൽ പുതിയതായിട്ട് യൂട്യൂബ് തുടങ്ങുന്ന ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഭിനോ, നിനക്ക് എന്നെപ്പറ്റി വരുന്നൊരു ചെറിയൊരു മോട്ടിവേഷൻ പോലെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ കയ്യിലുള്ള എന്തൊരു ഡിവൈസ് ആയാലും ഇതാണ്ട്. ഇപ്പം ഞാൻ തന്നെ നമ്മളെ പറ്റുന്ന ഒരു ഫോണോ എന്തോ GoProയോ അങ്ങനെയുള്ള എന്തായാലും നമുക്ക് ചെറിയൊരു വീഡിയോ ഒക്കെ തുടങ്ങാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ചെറിയൊരു മോട്ടിവേഷൻ ആയിരിക്കും. അതാ എല്ലാരും വിചാരിക്കും ഒരു വീഡിയോ എടുക്കാൻ ഐഫോൺ വേണം, GoPro വേണം. അതൊന്നും വേണ്ട. നമ്മുടെ കയ്യിൽ അത്യാവശ്യം ഫോണായാലും ഉള്ള ക്ലാരിറ്റിയിൽ എടുത്ത് തുടങ്ങുക. ഒന്ന് പ്ലാൻ ചെയ്ത് തരുന്ന നടക്കത്ത്, പ്ലാൻ ചെയ്ത് ഇരിക്കത്തേ ഉള്ളൂ. ഉള്ള ക്ലാരിറ്റിയിൽ മാക്സിമം നമുക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ആദ്യം തന്നെ വലിയ ഹൈടെക് ആയി ഇതായി തുടങ്ങുന്നത് വെച്ചാൽ നമുക്ക് ഒരിക്കലും നടക്കത്തില്ല. ഞങ്ങൾ തന്നെയാണ്, ഞങ്ങൾക്കൊന്ന് ഷൂട്ട് ചെയ്യാൻ ഫോണൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ പിന്നെ ഇല്ലടാ, നമ്മൾ അത്യാവശ്യം ഒരു GoPro ഒക്കെ ആകുമ്പോൾ ഞാൻ ആദ്യം തന്നെ എൻ്റെ വ്ളോഗ് തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചത് ഫുള്ള് കുളത്തിൻ്റെ അണ്ടർ വാട്ടർ ഒക്കെ ചെയ്യാനാണ്. പിന്നെ നമ്മൾ ഓരോ ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ നേടുന്നത്. അതാ ഇപ്പൊ തന്നെ എല്ലാവർക്കും എല്ലാം നമ്മൾ 30K സബ്സ്ക്രൈബ് ആയ ഫസ്റ്റ് വീഡിയോ 15K സബ്സ്ക്രൈബ് ആയതിനു ശേഷം നമ്മുടെ ഒരു വീഡിയോ അത്യാവശ്യം പനിയുണ്ട്, നമ്മുടെ വീഡിയോ അത്യാവശ്യം കയറി വന്ന്. പിന്നെ നമ്മൾ 30K കഴിഞ്ഞിപ്പോൾ 30K ആയിട്ട് നമ്മുടെ ഫസ്റ്റ് വ്ളോഗ് അത്. ഇന്ന് സത്യം പറയാൻ ഒരു ഡെയിലി വ്ളോഗ്. ഞങ്ങൾ കുളിക്കാൻ വന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഇറങ്ങാൻ നേരത്തെ എൻ്റെ GoPro ഉണ്ട്. അപ്പം ഇതിനകത്ത് ഞാൻ എന്തുമേ വീഡിയോ നമ്മൾ GoProയ്ക്കകത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ GoProയെ പറ്റി ഒന്ന് പറയാൻ വേണ്ടി വന്നതാണ്. നമ്മളിത് ഒരിക്കലും കൊടുക്കത്തില്ല, ആർക്കും കൊടുക്കത്തില്ല. ഇപ്പോഴും വർക്കാവും, പക്ഷേ ഇതിൻ്റെ റെക്കോർഡ് ബട്ടൺ വർക്കാവത്തില്ല. കുറേ നേരം നമ്മളായിട്ട് ഞെക്കണം. പിന്നെ വോയിസ് കമാൻഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഞാൻ വെച്ച് നിങ്ങളൊന്ന് പറയാമെന്ന് വെച്ച്. മെയിനായിട്ട് വന്നതെന്ന് വെച്ചാൽ ആരെങ്കിലും ഒക്കെ ഇല്ലടാ വീഡിയോ കണ്ടന്റ് ക്രിയേറ്റ് വരാൻ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ളത്. ഇപ്പോൾ ഞങ്ങൾ GoProയോ ഇതിൽ ഞങ്ങൾ എക്സ്ട്രാ മൈക്കൊന്നും കേട്ടിട്ടൊന്നുമില്ല. ഞങ്ങൾ ഫസ്റ്റ് വ്ളോഗ് എടുത്ത് മനസ്സിലായി കാണും. ഒത്തിരി പോരായ്മകളുണ്ട്. അപ്പം തുടങ്ങാൻ ആഗ്രഹമുള്ളവരാന്ന് വെച്ചാൽ എന്തുവാന്ന് വെച്ചാൽ ഇല്ലടാ തുടങ്ങുക. അതേ ഉള്ളൂ. പ്ലാനിങ് ചെയ്ത് നമ്മൾ പ്ലാനിങ് ചെയ്ത് ഇരിക്കത്തുള്ളൂ. ശ്രമിച്ചാൽ നമ്മൾ ആദ്യമൊക്കെ കുറച്ച് ഫ്ലോപ്പ് ആയിരിക്കും. അത് ആദ്യം തന്നെ ഒരിക്കലും സക്സസ് ആവുമെന്ന് പറയത്തില്ല. ഇതിൻ്റെ പുറകെ തന്നെ നമ്മളായാലും യൂട്യൂബ് ആണെങ്കിൽ കുറേ ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മോണിറ്റൈസേഷൻ ഇപ്പം നമുക്ക് ചെറുതായിട്ട് റവന്യൂ ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിലും ആദ്യം കുറച്ച് കഷ്ടപ്പാടാണ്. അതേയുള്ള എനിക്ക് പറയാം. പിന്നെ GoPro ഇങ്ങനെ കിട്ടി നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങിയോണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പം ഞാൻ GoPro ഇപ്പം ഞാൻ റെക്കോർഡാക്കാൻ നോക്കുക. റെക്കോർഡ് ആകുവാണെങ്കിൽ ഞാൻ അഭിനോടെയും കുളത്തിലെയും കുറച്ച് വീഡിയോ അവസാനം ഇട്ടേക്കാം.
അപ്പോൾ ഞങ്ങളിത് കുളിക്കാൻ വന്നപ്പോൾ ഒരു ഡെയിലി വ്ലോഗ് പോലെ എടുത്തതാണ്. അല്ലാതുള്ള വീഡിയോസ് വരുന്നുണ്ട്, പിന്നെ നമ്മുടെ ഒരു ചെറിയ ഷോർട്ട് ഫിലിം വരുന്നുണ്ട്. കാര്യങ്ങൾ അപ്പോൾ അത്ര ഉള്ളില്ല. പൊളിക്കാം നമുക്ക്. ഒന്ന് കുളിക്കാം അല്ലേ? ഒരു പണിയില്ലടേ ഇതിനൊക്കെ.